നോട്ട്സ് എല്ലാവരും എഴുതിയല്ലോ? ടീച്ചർ പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണോ? ബംഗാളിലാ. ഇവിടെ ഞങ്ങൾക്കൊരു ബംഗാൾ വാസുണ്ട്, ടീച്ചർക്ക് അറിയാമോ? അറിയില്ലല്ലോ. ആരാ? ഇവിടുത്തെ പ്യൂൺ വാസുവിനെ അവര് പറയുന്നത്. പേര് വാസു എന്നാണെങ്കിലും ആര് ചോദിച്ചാലും ബംഗാൾ വാസു എന്നേ പറയും. അതിനെന്താ ചിരിക്കാനെന്തിരിക്കുന്നു? ടീച്ചർ സംസാരിക്കുമ്പോ ബംഗാളിയല്ലേ ആദ്യം നാവിൽ വരുന്നത്? എനിക്ക് മലയാളം നന്നായി അറിയാം. എന്നെ ആദ്യം പഠിപ്പിച്ചത് മലയാളം. എന്റെ അച്ഛനൊരു മലയാളം റൈറ്ററാ. ടീച്ചർ കൽക്കട്ടയിൽ വരുന്നെന്നാണല്ലോ എച്ചൻ പറഞ്ഞത്. അവിടേക്ക് അറിയോ? പിന്നെ അറിയോന്നോ? നമ്മുടെ പാർട്ടിയുടെ തലയല്ലേ അവിടെ കിടക്കുന്നത്, അറിയാതൊക്കുവോ? എന്താ പേര്? വാസു. ബാസു എന്നാ എല്ലാരും വിളിക്കുന്നത്. അവിടെ വായില്ലല്ലോ, ബായല്ലേ ഉള്ളൂ. ടീച്ചറുടെ പേരെന്താ? ശീലാവതി. കേട്ടോ, ശീലാവതിയല്ല, ശീലാവതി. വാസു അല്ല, ബാസു. അതാ കറക്റ്റ്. അപ്പൊ എല്ലാരും പ്രോഗ്രാം ചെയ്തോളൂ. ബെല്ലടിക്കാൻ സമയായി, ഞാനങ്ങോട്ട്. अगर मौका मिलता है तो कर लो. രാവിലെ തുടങ്ങിയ ഇരിപ്പാ. വാ, നമുക്ക് വല്ലതും കഴിക്കാം. അപ്പൊ അമ്മൂമ്മ എന്താ ഒന്നും കഴിക്കണില്ല അപ്പൂപ്പ? അവൾ ഇപ്പോഴെങ്ങും അവിടെ നിന്ന് എഴുന്നേക്കില്ല. കമലേ, കഞ്ഞി ശരിയായോ? എന്റെ ഫുഡ് എവിടെ? ഞാൻ ഉണ്ടാക്കിയില്ല. ഓ, ചപ്പാത്തി. ഫിഷ്. മോളെ, സ്കൂൾ എങ്ങനെയുണ്ട്? വലിയ സ്കൂളാ പൂപ്പ. അതെനിക്കറിയത്തില്ലേ. നല്ല കുട്ടികളാ. എനിക്ക് എല്ലാരും വലിയ ഇഷ്ടായി. ദേ, അമ്മൂമ്മ ഇനിയും എണ്ണീറ്റിട്ടില്ല. അവൾ ഇപ്പോഴൊന്നും എഴുന്നേക്കുകയില്ല. മതി, തീരെ വയ്യ. എടാ, തേങ്ങ എണ്ണടാ. അപ്പൂപ്പനോട് വൈദ്യര് വിശ്രമിക്കാൻ പറഞ്ഞതല്ലേ? ഞാൻ എന്തിനാ വന്നേന്ന് അപ്പൂപ്പൻ തിരക്കിയോ? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇന്നലെ വൈദ്യരോട് കൃഷി നിർത്തിന്ന് പറഞ്ഞിട്ട് പലതവണ നിർത്തിയതാ മോളെ. ഇനി ഇപ്പൊ നിർത്തണമെങ്കില് ഈ മണ്ണിനോട് ചേരണം. ഞാൻ രാവിലെ എണീറ്റപ്പോ അപ്പൂപ്പനെ കണ്ടില്ല. എനിക്ക് കൊറേ ഡ്രസ് വാങ്ങിക്കണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഡ്രസ്സാ മോളെ നല്ലത്. ഓ, ഒരു മിനിറ്റ് അപ്പൂപ്പ. നമുക്ക് ആ ജോറിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയി. നമസ്കാരം. നമസ്കാരം. ചന്ദ്രേട്ടനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. പ്രായമൊക്കെ കൂടി വരികയല്ലേ. കൊച്ചുമോളാണോ? കുറച്ച് ഡ്രസ് എടുക്കണം. സുമംഗലയുടെ മോളായിരിക്കും അല്ലേ? സുമംഗലയുടെ മോളാ. ഇഷ്ടമുള്ള എടുത്ത് കൊടുക്ക. നോക്കി എടുത്തോളൂ. കൊള്ളാമോ അപ്പൂപ്പ? മോൾ ഇഷ്ടമുള്ളത് അങ്ങോട്ട് എടുക്ക്. ഇതെങ്ങനെയുണ്ട് അപ്പൂപ്പ? അതൊന്നും എടുക്കൂ. അതെങ്ങനെയുണ്ട് മോളെ?
എങ്ങോട്ട് പോയതാ? മോടെ തുണി ഒന്ന് തയ്ക്കാൻ കൊണ്ടുപോവുക. ഇന്ന് കളിയുണ്ട്, അങ്ങോട്ട് പോവാ. മോളെ, ശങ്കരൻകുട്ടി സാറിനെ ഞാൻ ഇന്ന് കണ്ടു. എന്താ വീണ്ടും ഡ്രസ് ചേഞ്ച് പറഞ്ഞോ? അല്ല മോളെ, സാറിന് നിന്റെ ക്ലാസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ആഹാ, ഇത്രയും കേട്ടാ മതി. താങ്ക് യു അപ്പൂപ്പ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കമലേ, ദാ വന്നേ. വാസു ഇവിടെ വന്ന് കഴിക്കട്ടെ. മോള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. വിശന്ന് ചാവാൻ തുടങ്ങും. നീ വന്നോ? ഇന്ന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ട ദിവസമാ. 2 മണി വരെ ഉള്ളൂ. നീ വിലാസിനിയോട് എന്ന് പറ പെട്ടെന്ന് കറണ്ട് ചാർജ് അടച്ചിട്ട് വരാൻ. ശരി. വന്നാൽ ഉടനെ ഓടിക്കും. അപ്പൂപ്പൻ ഇതുവരെ പോയില്ലേ? എന്താ എന്താ പറ്റിയ അപ്പൂപ്പ? രാത്രിയിൽ വലിയ അസ്വസ്ഥതയായിരുന്നു. ഹോ, വല്ല വിധേനെ നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്നാ ഹോസ്പിറ്റലിലേക്ക് പോവാ? വേണ്ട മോളെ. വേണം. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം, എന്നിട്ട് സ്കൂളിലേക്ക് പോവാം. വാ പൂപ്പ, പതുക്കെ. എനിക്കെവിടെയാ സമയം? പറ്റുമെങ്കിൽ ഈ ആഴ്ച എഴുതി തീർക്കണം. ശരി, പിന്നെ വിളിക്കൂ. എന്തു പറ്റി? അപ്പൂപ്പനൊന്ന് വീണു. ഇന്നലെ മുതൽ ഒരു തലചുറ്റല്. പേരെന്താണ്? ചന്ദ്രൻ നായർ. എന്താ പണി? കർഷകനാ. കർഷകർക്കൊക്കെ ഇപ്പൊ വീഴ്ചയാണല്ലോ. കിടന്നോളൂ. ശ്വാസം വലിക്കൂ. വിടൂ. അപ്പൂപ്പൻ എവിടെയാ വീണേ? കണ്ടത്തിലാ. എങ്ങനെയാ വീണേ? കന്നുകാലിക്ക് വെള്ളം എടുത്തോണ്ട് പോവുകയായിരുന്നു.
ഈ വയസ്സുകാലത്ത് എന്തിനാ അപ്പൂപ്പ ഈ പണിക്കൊക്കെ പോണേ? കർഷകനായി പോയില്ലേ? സാരല്ല, ഇനി എന്തായാലും അപ്പൂപ്പൻ നല്ലോണം സൂക്ഷിക്കണം. ആ ഏ ആ എണീറ്റോളൂ. ഒരിത്തിരി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പക്ഷെ അത് സാരല്ല. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടിയല്ല, ടീച്ചർ. ഓ, എന്നാ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നേ? കമ്പ്യൂട്ടർ. എവിടെ? സ്കൂളിൽ. പേര്? ശീലാബതി. എന്താണ് അസുഖം? അപ്പൂപ്പന്റെ അസുഖം മരുന്നുകൊണ്ട് മാത്രം മാറില്ല. പിന്നെ എന്തോ വേണം? പറയാം. എൻ്റെ അപ്പൂപ്പനൊരു കർഷകനായിരുന്നു. ഇതേ അസുഖമായിരുന്നു. കൃഷിയൊക്കെ നഷ്ടത്തിലായപ്പോ മൂപ്പര് രോഗിയായി. ദാ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. മോള് ഡോക്ടറാണെങ്കിലും അവൾ ഒരിക്കൽ പോലും എന്നെ ഈ കുഴൽ വെച്ച് നോക്കിയിട്ടില്ല. ഓ, മോൾ ഡോക്ടറാണോ? ആ. എവിടെ? അങ്ങ് കൽക്കട്ടയില്. മോടെ മോളാ ഇവള്. ഇവളും പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് കൽക്കട്ടയില. ഇപ്പൊ മെഡിസിൻ ഒന്നും വേണ്ട, റിസൾട്ട് കിട്ടട്ടെ, നാളെ വരും. വിശ്രമം വേണം. ഓ, താങ്ക് യു ഡോക്ടർ. കാശൊന്നും കൊടുത്തില്ല. ഓ, എന്തൊരു വെയിലാമ്മൂമ്മ. മോളെ, ഡോക്ടർ എന്ത് പറഞ്ഞു? കൊറേ ടെസ്റ്റുകൾ കുറിച്ചു തന്നു. നല്ല ഡോക്ടർ. മോളെ, ടെസ്റ്റുകളൊക്കെ ഇന്ന് തന്നെ നടത്തണം, ഇല്ലെങ്കിൽ ആള് കളത്തിലേക്ക് പോവും. ഓ, അമ്മൂമ്മയുടെ ഒരു സ്നേഹം. ഓടി അവിടുന്ന്. അക്യൂട്ട് എനിമിക്. അപ്പൂപ്പന് കുറച്ച് ദിവസത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ദാ ഇത് കഴിക്കട്ടെ. കർഷകൻ ഈ ഭൂമിയിൽ വിശ്രമമുണ്ടോ? കർഷകന്റെ റെസ്റ്റ് അന്ത്യവിശ്രമമല്ലേ ഡോക്ടറെ? ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണം, പിന്നെ മതി, ധൃതിയില്ല. ശീലാവതിക്ക് ഈ നാടൊക്കെ പിടിച്ചോ? അതിന് ഞാൻ വന്നല്ലേ ഉള്ളൂ.